ഈ കമ എന്ന് സാദൃശ്യപ്പെടുത്തിയതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സാദൃശ്യമല്ലെങ്കിൽ ഈ വചനം വ്യർത്ഥമായിത്തീരും, ഖുറാന്റെ ഈ വചനം വ്യർത്ഥമായിത്തീരും. ക്യോंकि शरीयत मूसविया में 1400 बरस तक खिलाफत का सिलसिला मुमतद रहा. മൂസവി ശരീഅത്തിൽ 1400 കൊല്ലക്കാലം ഖിലാഫത്തിന്റെ പരമ്പര നീണ്ടുനിന്നു. നാ സിർഫ് 30 ബറസ് തക്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആളുകൾ ചിലർ തെറ്റിദ്ധരിക്കുന്ന സംഗതിയാണ്. വെറും 30 വർഷമല്ല നീണ്ടു നിന്നത്. और 17 खलीफे रूहानी और ज़ाहिरी तौर पर हुए, ना सिर्फ 4 और फिर हमेशा के लिए खात्मा. നൂറുകണക്കിന് ഖലീഫമാർ, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഖലീഫമാർ അവരിൽ നിലനിന്നിരുന്നു. ബനു ഇസ്രായേലിനെ വെറും 4 ആൾ വന്ന് അവസാനിപ്പിക്കുന്ന ഖിലാഫത്ത് ആയിരുന്നില്ല അവിടെ. 2 കാര്യങ്ങൾ ഒന്നിച്ചാണ് മസീമത് പറയുന്നത്. ഒന്ന്, ഇസ്ലാമിക ലോകത്ത് 4 ഖലീഫമാർ വന്നു, ഖലീഫ നശിച്ചു, പിന്നെ കഴിഞ്ഞു, ഖിലാഫത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് പറയണേ, മൂസ നബിയുടെ സമുദായത്തോട് അതേപോലെ തന്നെ താദാത്മ്യം പുലർത്തുന്ന സമുദായമാണിതെന്ന് പറയുമ്പോൾ അതേപോലെ എന്ന് പറയുന്ന വചനം വ്യർത്ഥമായി തീരും. അതേപോലെ അല്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ 4 ആൾ വന്ന് ഖിലാഫത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആ വചനത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ പറഞ്ഞ വചനം വ്യർത്ഥമാണ്. അതൊരിക്കലും സാധ്യമല്ല. ഷഹാദത്തുൽ ഖുർആൻ പേജ് നമ്പർ 19, റുഹാനി ഖസൈൻ വാള്യം 6 പേജ് നമ്പർ 324. ഷഹാദത്തുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മസീമോദിൻ്റെ വരവിനെക്കുറിച്ച് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. തന്നെക്കുറിച്ച് ഖുർആനിൽ എന്താണ് വന്നിട്ടുള്ളത്? ചില ആളുകൾ ചോദിക്കാറുണ്ട്, മസീമോദിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഇത് എഴുതുന്നത്. അതിലാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഈ കാര്യം, ഈ തെളിവ് വെച്ചിട്ടുള്ളത്. क्या किसी नेक दिल इंसान की ऐसी राय हो सकती है जो हज़रत मूसा अलैहिस्सलाम की निस्बत तो ये इतिकाद रखे कि बिलाशुबा उनकी शरीयत की बरकत और खिलाफत राशिदा का ज़माना बराबर 14 बरस तक रहा, लेकिन वो नबी जो अफजल रसूल और खैरुल अंबिया कहलाता है, जिसकी शरीयत का दामन क़यामत तक मुमतद है, उसकी बरकत गोया उस ज़माने तक ही महदूद है और मिनकुम के लफ्ज़ उस ज़माने तक ही महदूद है. അതായത് ഏതെങ്കിലും ഒരാൾ സൽഹൃദയനായ ഒരു മനുഷ്യനെ, മുസൽമാനെ എങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്താൻ കഴിയും? ഒരു സമുദായത്തിന് വേണ്ടി മാത്രം വന്നിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആൾ വിശ്വസിക്കുന്നത് എന്താണ്? മൂസാ നബിയുടെ ശരീഅത്തും ഖിലാഫത്തെ റാഷിദയും 1400 കൊല്ലം വരെ നിലനിന്നു. എന്നാൽ സകലലോക പ്രവാചകന്മാരിലും ശ്രേഷ്ഠനായി വന്ന പ്രവാചകൻ, സകല പ്രവാചകന്മാരിലും ഉത്തമനായ പ്രവാചകൻ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൻ്റെ ഈ കാലഘട്ടം അതല്ലെങ്കിൽ ഖിയാമത്ത് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഖിയാമത്ത് വരെയുള്ള ശരീഅത്തുമാണ്. അവിടെ ആ ബർക്കത്തുകൾ, ഖിലാഫത്തിൻ്റെ ബർക്കത്തുകൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അവസാനിച്ചു പോയി എന്നാർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? ഇനി മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയുന്നു, മസീമിൻ്റെ ഖുർആനിക ജ്ഞാനത്തിൻ്റെ ആ ചെറിയ ചെറിയ വാക്കുകളിൽ മസീമുൽ ഇസ്ലാത്തു വസ്സലാം കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മസീമ പറയാണ്, और मिनकुम के लफ्ज़ से ये जिताना भी मंजूर है कि पहले भी वही लोग खलीफे मुकर्रर किए गए थे जो ईमानदारो और नेकोकार थे. അതായത് മിൻകും എന്ന പദം കൊണ്ട് ഇവിടെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ച ഒരു സംഗതി, നിങ്ങളിൽ നിന്ന് വിശ്വാസവും സൽക്കർമ്മവും ഉള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുമ്പ് ഖിലാഫത്തിൻ്റെ സ്ഥാനത്ത് വന്നിരുന്ന മൂസാ നബിയുടെ സമുദായത്തിൽ ഖിലാഫത്ത് വന്നിരുന്ന സ്ഥാനങ്ങളും വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകളായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞു തന്നെ. ഒന്ന് ഇങ്ങോട്ട് സാദൃശ്യപ്പെടുത്തുമ്പോൾ ഇതിനെടുത്ത് അങ്ങോട്ടുകൂടെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയാണ്, നിങ്ങളിൽ നിന്ന് വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിലും അതേപോലെ വിശ്വാസവും സൽക്കർമ്മകാരികളുമായിട്ടുള്ള ആളുകളാണ് ഖലീഫമാരായി വന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഷഹാദത്തുൽ ഖുർആന്റെ തന്നെ അടുത്ത 22-ാമത്തെ പേജ് മുതൽ 24 പേജുകളിലാണ് ഈ കാര്യം ഉള്ളത്. ഹസരത്ത് മസീഹുൽ ഇസ്ലാത്തു വസ്സലാം തൻ്റെ വാദത്തെക്കുറിച്ച്, മസീഹിൻ്റെ വാദത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ऐसा ही सिलसिले मोहम्मदिया की खिलाफत का आखिरी खलीफा जो मसीह मौद से मौसूम है, सिलसिले मूसविया के आखिरी खलीफा से जो हज़रत ईसा बिन मरियम में मुशाबहत रखते हैं. ഈ ഖിലാഫത്ത് ഇനി അവസാനിക്കൂല, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മുജദ്ദിദീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പറയുന്ന ആളുകൾക്കുള്ളൊരു മനസ്സിലാക്കേണ്ട സംഗതിയാണിത്. എങ്ങനെയാണോ സിൽസിലെ ഖിലാഫത്തെ മൂസവിയെ അവസാനമായി മസീമോദ് വന്നു, അതേപോലെ മുഹമ്മദി ഖിലാഫത്തിൻ്റെ അവസാനമായി മസീബിന് മറിയമാണ് വരുന്നത്. ആ മസീബിന് മറിയം വരുമ്പോൾ ഈസബിന് മറിയമിനോട് സാദൃശ്യമുള്ള ആളായിരിക്കും മസീബിന് മറിയം. അവിടെ അവസാനം വന്ന ഖലീഫ മസീബിന് മറിയം, ഇവിടെ വരുന്നതും അത് തന്നെയാണ്. ഈ സിൽസിലെ മസാവാസെ ലാസിമായ
ഈ പരസ്പര സാദൃശ്യം കൊണ്ട് വ്യക്തമാകുന്ന अनिवार्यമായി വരുന്ന ഒരു കാര്യം हजरत ईसा अलैहिस्सलाम के मसीह मौद से जो शरीयत इस्लामी का आखिरी खलीफा है मुशाबित रखते हैं. അവസാനം ഈസാ നബി അലൈഹി ഇസ്ലാം